നമ്മൾ പൈസ കൊടുത്ത് വെച്ച മീറ്ററിന് KSEB മാസം മാസം വാടക ഈടാക്കുന്നു. എന്ത് തട്ടിപ്പാണ് ഇത്? നമ്മളെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ചിലരൊക്കെ ഇടുന്ന കമൻറ്റിലൊക്കെ ഉള്ള കാര്യമാണ്. നമ്മളതിൻ്റെ കൃത്യമായ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറണ്ട് കണക്ഷൻ എടുക്കുമ്പോൾ മീറ്ററിൻ്റെ പൈസ KSEB നമ്മളിൽ നിന്ന് വാങ്ങുന്നില്ല. മറിച്ച് മീറ്റർ KSEBയുടെ സ്വന്തം ചിലവിൽ അവർ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല നമുക്ക് സ്വന്തം ചിലവിൽ മീറ്റർ വാങ്ങി വെക്കണം എന്നാണെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ അപേക്ഷാ ഫോമിലുണ്ട്. അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? KSEBക്ക് മീറ്റർ വാങ്ങിച്ചു കൊടുക്കാം. എന്നിട്ട് KSEB ആ മീറ്റർ വെച്ച് തരും. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വാടക ഈടാക്കില്ല. നമ്മൾ ഈ വലിയ ഫ്ലാറ്റുകളിലൊക്കെ കണ്ടമാനം കണക്ഷൻ വരും. ഫ്ലാറ്റുകൾ, പിന്നെ ഹൈ ടെൻഷൻ കണക്ഷൻ, ഇൻഡസ്ട്രിയൽ കണക്ഷൻ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉപഭോക്താക്കൾ മീറ്റർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊന്നും വാടക ബില്ലിലുണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ KSEBിൻ്റെ കയ്യിൽ മീറ്റർ ഉണ്ടാവില്ല, 3 ഫേസ് മീറ്റർ ഉണ്ടാവില്ല, സിംഗിൾ ഫേസ് മീറ്റർ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ഉപഭോക്താക്കൾ മീറ്റർ വാങ്ങിച്ചു കൊടുക്കും. ഈ മീറ്റർ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ പേര് ഒരു ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും കൂടി വേണം, ഏതെങ്കിലും ഒരു അംഗീകൃത ലാബിൽ നിന്ന്. അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ മീറ്ററിൻ്റെ ചിലവും അതിൻ്റെ വാടകയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയൊരു ലാഭമൊന്നും അതിലില്ല. അതുമാത്രമല്ല, ഇത് കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി മാറ്റുമൊക്കെ വേണം. KSEB ആകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ KSEB നോക്കിക്കോളും. ശരിക്കും KSEBക്ക് കിട്ടുന്ന വാടക ശരിക്കും അവർ വാങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന പൈസേൻ്റെ ഇൻട്രസ്റ്റിന് അടുപ്പിച്ച് പോലും എത്തുന്നില്ല. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ, അതായത് മീറ്ററിന് വാടക വാങ്ങുന്നത് KSEBിൻ്റെ ചിലവിൽ വെച്ച മീറ്ററിന് മാത്രമാണെന്ന് എല്ലാവരും മനസ്സിലാക്കും.